Hello, today we are going to discuss about diluted EPS. നമുക്ക് ബേസിക് ഇ പി എസ് എന്താണെന്നറിയാം അല്ലേ. ബേസിക് ഇ പി എസ് മീൻസ് ഇറ്റ് ഈസ് ദ ഏർണിങ്സ് ആട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. നമ്മൾ അതിനൊരു ഫോർമുല യൂസ് ചെയ്യാറുണ്ട്, നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ഔട്ട്സ്റ്റാൻഡിങ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ആ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ഔട്ട്സ്റ്റാൻഡിങ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് മീൻസ് നെറ്റ് ഇൻകം പ്രിഫറൻസ് ഡിവിഡൻറ്റ് കൊടുക്കുന്നതിന് മുന്നുള്ള നെറ്റ് ഇൻകം ആണെങ്കിൽ അതിൽ നിന്ന് പ്രിഫറൻസ് ഡിവിഡൻറ്റ് കുറച്ചിട്ട് വേണം എഴുതാൻ. അതുകൊണ്ടാണ് ഫോർമുലയിൽ നെറ്റ് ഇൻകം മൈനസ് പ്രിഫറൻസ് ഡിവിഡൻറ്റ് ഡിവൈഡഡ് ബൈ എവറേജ് ഔട്ട്സ്റ്റാൻഡിങ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഡിനോമിനേറ്റർ തന്നിരിക്കുന്ന ആവറേജ് ഔട്ട്സ്റ്റാൻഡിങ് ഇക്വിറ്റി ഷെയർസ് മീൻസ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്. അപ്പോൾ ബേസിക് ഇ പി എസ് നമ്മൾ മെഷർ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഷെയറിന്മേൽ ആ ഷെയർ ഹോൾഡേഴ്സിന് എത്ര ഇൻകം ആണ് കിട്ടുന്നത് പെർ ഷെയർ, അതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. I will give you an example. That is, if a company has an EPS of 2 rupees, that means if the company were to pay out all profits to its shareholders, you as one of its shareholders will receive 2 rupees per each share you hold. അല്ലേ, ആ കമ്പനി നിങ്ങൾക്ക് അവരുടെ ഇ പി എസ് 2 rupees ആണ്. അവരവരുടെ എല്ലാ പ്രോഫിറ്റ്സും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു ഷെയറിന് 2 rupees വെച്ചിട്ടാണ് അവിടെ ഇൻകം കിട്ടാൻ പോകുന്നത്. അതാണ് നമ്മൾ ബേസിക് ഇ പി എസ് കോൺസെപ്റ്റ്. So here what we are going to discuss is about diluted EPS. അപ്പോൾ diluted എന്നുള്ള വേർഡ് തന്നെ നോക്കൂ, കോൺസെൻട്രേറ്റഡ്. അതിൽ നിന്ന് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ ബിക്കം ലെസ് പവർഫുൾ, ഇറ്റ് വിൽ ബിക്കം ലെസ് വർത്തി, റൈറ്റ്? അതുപോലെ തന്നെ ഇപ്പോൾ ബേസിക് എ പി എസിനേലും കുറവായിരിക്കും ഡൈല്യൂട്ടഡ് ഇ പി എസ് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇ പി എസ്. ബിക്കോസ് ഡൈല്യൂട്ടഡ് ഇ പി എസ് ഗീവ്സ് us an accurate picture of the company's earning. That basic EPS doesn't give us a clear picture. ഓക്കെ, അപ്പോൾ ഓൾവേസ് ഇത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഡൈല്യൂട്ടഡ് ഇ പി എസ് ബേസിക് ഇ പി എസിനേലും കുറവായിരിക്കും. So definitely there will be a question in your mind, that is, why should we dilute this EPS value and make it lesser? For a better understanding, I will give you another example. Suppose company A and company B. Suppose company A has earning of ₹1,000. Earnings company A 1,000 ആണ്. Also, people hold a total of 1,000 shares in this company. അപ്പോൾ ഏർണിങ്സും 1,000 ആണ്, കമ്പനിയുടെ കയ്യിലുള്ള ഷെയർസിന്റെ നമ്പറും 1,000 ആണ്. So how much would be the EPS? That is, if the company divides its earnings to all of the shareholders, how much money will each shareholder will get? കമ്പനി അതിൻ്റെ ഏർണിങ്സ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എത്ര കിട്ടും? ഓരോ ഷെയർ ഹോൾഡേഴ്സിനും എത്ര കിട്ടും? 1,000 ഡിവൈഡഡ് ബൈ 1,000 അല്ലേ? അതിൻ്റെ ഏർണിങ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർ, സിമ്പിൾ ഫോർമുല, ₹1 അല്ലേ? അപ്പോൾ സോ ദ ബേസിക് ഇ പി എസ് ഇസ് 1. അതാണ് നമ്മുടെ ഇ പി എസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഓക്കെ, ലെറ്റ്സ് ഡിസ്കസ് അനദർ സിറ്റുവേഷൻ, ദാറ്റ് ഇസ് കമ്പനി ബി. കമ്പനി ബിക്കും നോക്കൂ, സെയിം ഏർണിംഗ് സെയിം തന്നെ നമുക്ക് എടുക്കാം, അതായത് 1,000 തന്നെ, ഷെയർസും 1,000 തന്നെ. സോ ബേസിക് ഇ പി എസ് എന്തായിരിക്കും? കമ്പനി ബിയുടെ സിറ്റുവേഷനിൽ 1 തന്നെ ആയിരിക്കും. ബട്ട് ഹിയർ എ സ്മോൾ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. ഞാനൊരു ഡിഫറെൻറ്റ് സിറ്റുവേഷൻ അറൈസ് ചെയ്യുമ്പോഴുള്ള ഒരു ചേഞ്ച് ആണ് പറയുന്നത്. അതായത് കമ്പനി ബിയുടെ കേസിൽ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ഐ എം ഇൻട്രൊഡ്യൂസിങ്. ദാറ്റ് ഈസ് കമ്പനി ബി ഹാസ് എൻ ഒബ്ലിഗേഷൻ ബൈ നെക്സ്റ്റ് ഇയർ. നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും കമ്പനി ബിക്ക് ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. ഒബ്ലിഗേഷൻ മീൻസ് ദ കമ്പനി ഈസ് ബൗണ്ട് ടു ഡു ലീഗലി ഓർ മോറലി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഒബ്ലിഗേഷൻ എന്ന് പറയുമ്പോൾ അത് നെക്സ്റ്റ് ഇയർ ആയിരിക്കാം, ഓർ മേ ബി ഈവൻ ബിഫോർ ദാറ്റ്. Okay, that is depending upon the situation. The company is bound to give 50 shares to one of its very important employee. 50 shares നമുക്ക് എംപ്ലോയിക്ക് കൊടുക്കണം. ഓക്കെ, അതായത് അത് നെക്സ്റ്റ് ഇയറോ അതിന് മുന്നോ ആയിരിക്കാം. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ. ഓക്കെ, that is, whenever the employee wishes, if it is before 1 year, he can immediately ask the company to give him 50 shares. So let's imagine the worst case scenario, that the employee wants his 50 shares now only. So what should do? Now, for company B, while calculating the EPS, experts suggest that the worst case scenario should be considered. അതായത് നമ്മൾ ആ കമ്പനി ബിയുടെ ഇ പി എസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അങ്ങനെ ഇപ്പം എംപ്ലോയി അത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം കൊടുക്കണ്ടേ? അപ്പം ആ ഒരു സിനാരിയോ കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഇ പി എസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, that is, it is assumed that the 50 shares are now given to this employee. നമ്മൾ ആ എംപ്ലോയിക്ക് ഇപ്പോൾ 50 shares കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ 50 shares കൊടുക്കുമ്പോൾ ഈ എംപ്ലോയി കൂടി നമ്മുടെ കോമൺ ഷെയർ ഹോൾഡേഴ്സിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യില്ലേ? അവരും കൂടി നമ്മുടെ ഷെയർ ഹോൾഡർ ആവല്ലേ ചെയ്യുന്നേ. സോ അൾട്ടിമേറ്റ്ലി വാട്ട് ഹാപ്പൻസ് ടു ദ ഡിനോമിനേറ്റർ ഇൻ അവർ ഇ പി എസ് കാൽക്കുലേഷൻ ഫോർ കമ്പനി ബി? അപ്പോൾ നമ്മൾ ബേസിക് ഇ പി എസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫോർമുല ഓർമ്മയില്ലേ? ഡിനോമിനേറ്ററിൽ എന്താ ചേഞ്ച് സംഭവിക്കുക? ഇപ്പോൾ 1,000 shares മാത്രമാണോ കമ്പനിക്കുള്ളത്? നോ, 1,000 plus 50 shares given to this employee. So 1,050 shares. Now there are a total of 1,050 common shares, right? So the company's earnings of 1,000 rupees are now
divided among 1050 shareholders, not 1000 shares. Right. So how much will each person get? Lesser or more than the previous case? Naturally, it will be lesser. So the earnings per share is now reduced, which means the EPS has come down. Previous example, നമുക്ക് earnings 1000 ആയിരുന്നു, number of sharesഉം അല്ലെങ്കിൽ number of shareholders എന്ന് പറയുന്നത് അതും 1000 ആയിരുന്നു, റൈറ്റ്? പക്ഷേ ഇപ്പോൾ ഈ 50 ഷെയർ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ എന്ത് വന്നു? 1000 ഡിവൈഡഡ് ബൈ 1050 വന്നു, ഇല്ലേ? സോ നേച്ചുറലി ദ EPS കുറവായിരിക്കും. That is, the earnings per share is now reduced, which means the EPS has come down. That is, EPS is made less worthy. It is diluted. So the crux is that whenever we are considering the earnings of a company, we have to consider its obligation. ഇപ്പോൾ ഇവിടെ നമ്മൾ കമ്പനിയുടെ ഒബ്ലിഗേഷൻ ആയിട്ട് ഈ എംപ്ലോയിക്ക് ഒരു ഷെയർ കൊടുക്കേണ്ട അല്ലെങ്കിൽ സ്റ്റോക്ക് കൊടുക്കേണ്ട കാര്യം പറഞ്ഞുള്ളൂ. ദാറ്റ് ഈസ് നിങ്ങൾ കേട്ടിരിക്കും ESOP, ദാറ്റ് ഈസ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻസ്. There may be another obligations for the company, like stock options may be the stock warrants may be the convertible bonds കൊടുക്കാനുണ്ടായിരിക്കാം, convertible preference shares ഉണ്ടായിരിക്കാം. സോ ഇത്തരത്തിലുള്ള കമ്പനിയുടെ ഒബ്ലിഗേഷൻസ് അത് വേണമെങ്കിൽ നെക്സ്റ്റ് ഇയറിലൊക്കെ കൊടുക്കാനുണ്ടായിരിക്കാം, ചിലപ്പോൾ ഈ ഇയറിൽ തന്നെ കൊടുക്കേണ്ടി വരും. അത്തരം കാര്യങ്ങൾ കൂടി അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ EPS കാണുമ്പോഴാണ് അത് ഡൈല്യൂട്ടഡ് EPS ആവുന്നത്. സോ അതാണ് ഞാൻ ഓൾവേസ് മുന്നിൽ പറഞ്ഞത്. ആലോചിക്കുക, ബേസിക് EPSഉം ഡൈല്യൂട്ടഡ് EPSഉം രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഡൈല്യൂട്ടഡ് EPS will be always less than basic EPS. Okay. സോ ഇതിൻ്റെ ക്രക്സ് നിങ്ങൾ ഇത്ര അസ്യൂം ചെയ്താൽ മതി. ദർ ഈസ് എൻ ഒബ്ലിഗേഷൻ ഫോർ ദ കമ്പനി ടു ഇഷ്യൂ മോർ ഷെയർസ്. അപ്പോൾ ഓഫ് കോഴ്സ് കൂടുതൽ ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുക മീൻസ് മോർ പീപ്പിൾ ഷെയറിങ് ദ പൈ, അല്ലേ? സോ നേച്ചുറലി വി ഗെറ്റ് ലെസർ ഷെയർ ഓഫ് ദ ഏർണിങ്സ്. ഓക്കെ, ഇനി അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തിട്ട് നമുക്കത് നോക്കാം. സോ ലെറ്റ്സ് ഡിസ്കസ് ദ പ്രോബ്ലം. First of all, basic EPS. So what is basic EPS? It is the earnings attributable to equity shareholders divided by the number of equity shareholders. So ഇതാണ് ഫോർമുല. EPS is equal to net income minus preferred dividends divided by average outstanding equity shares. So ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന അവൈലബിൾ പ്രോഫിറ്റ്, ന്യൂമറേറ്ററിൽ അവൈലബിൾ പ്രോഫിറ്റ് ആണ് എടുക്കുന്നത്, ദാറ്റ് ഇസ് ഏർണിങ്സ്. ആ ഏർണിങ്സ് പ്രിഫറൻസ് ഡിവിഡൻഡ് കുറയ്ക്കുന്നതിന് മുന്നാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ യു ഹാവ് ടു സബ്സ്ട്രാക്ട് പ്രിഫറൻസ് ഡിവിഡൻഡ് ഫ്രം ദ ഇൻകം. ഓക്കെ, അത് ന്യൂമറേറ്ററിൽ ചെയ്യുക. ദെൻ ഡിനോമിനേറ്ററിൽ ആവറേജ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇക്വിറ്റി ഷെയർസ് മീൻസ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, നെക്സ്റ്റ് കോൺസെപ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഡൈല്യൂട്ടഡ് EPS ആണ്. ദാറ്റ് ഇസ് ഡൈല്യൂട്ടഡ് ഏർണിംഗ് പെർ ഷെയർ. ഇറ്റ് കാൽക്കുലേറ്റ്സ് എ കമ്പനീസ് EPS ഇഫ് ഓൾ കൺവേർട്ടബിൾ സെക്യൂരിറ്റീസ് ആർ കൺവേർട്ടഡ്. കൺവേർട്ടബിൾ പറയുമ്പോൾ അവിടെ കൺവേർട്ടഡ് ഡിബഞ്ചേഴ്സ് ആയിരിക്കാം, കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ആയിരിക്കാം, ഓപ്ഷൻസ്, വാറൻറ്റ്സ് ഒക്കെ ആയിരിക്കാം. ഇതൊക്കെ ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോസിബിലിറ്റീസ് ഉള്ള സെക്യൂരിറ്റീസ് ആണ്. സോ വി ക്യാൻ കോൾ ഇറ്റ് എസ് പൊട്ടൻഷ്യൽ ഇക്വിറ്റി ഷെയർസ്. ഇതൊക്കെ നമുക്ക് ഇക്വിറ്റി ഷെയർസ് ആക്കി മാറ്റാം. അപ്പോൾ ഈ കൺവേർട്ടബിൾ സെക്യൂരിറ്റീസ് കൺവേർട്ട് ചെയ്താൽ എന്നിട്ട് EPS എടുത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ എന്താണ് കിട്ടുക? അതാണ് ഡൈല്യൂട്ടഡ് EPS. സോ ഡൈല്യൂട്ടഡ് EPSന്റെ ഒരു സിമ്പിൾ ഫോർമുല അഡ്ജസ്റ്റഡ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസ്റ്റഡ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എക്സ് ലിമിറ്റഡ്. Equity share capital as on 31st/3/2022, 5 lakh shares of 10 each. So value 50 lakh. 8% non-cumulative preference shares, 1 lakh shares of 10 each. That is 10 lakh. അതായത് 8% ആണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസിന്റെ ഡിവിഡൻഡ്. അങ്ങനെ എത്ര ഷെയർസ് ഉണ്ട്? 1 lakh ഷെയർസ് ഉണ്ട്. ഓരോ ഷെയർസിനും 10 rupees വെച്ച്. സോ വാല്യൂ വിൽ ബി 10 lakh. ഓക്കെ, നെക്സ്റ്റ് 10% cumulative preference shares. That is 2 lakh shares of 10 each. That is 20 lakh. അതായത് 10% cumulative preference shares അത് എത്രയുണ്ട്? 2 lakh shares ഉണ്ട്. ഒരു ഷെയറിന്റെ വാല്യൂ 10, അതിന്റെ വാല്യൂ അപ്പോൾ ടോട്ടൽ വാല്യൂ 20 lakh വരും. The profits of the company for the year ended 31st March 2022 before providing for preference dividend is 15 lakh. കാൽക്കുലേറ്റ് ബേസിക് EPS. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് തന്നിരിക്കുന്ന പ്രോഫിറ്റ് 15 lakh ആണ്. ദാറ്റ് ഈസ് ബിഫോർ പ്രൊവൈഡിങ് ഫോർ പ്രിഫറൻസ് ഡിവിഡൻഡ്. പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുന്നുള്ള എമൗണ്ട് ആണ് നമുക്ക് പ്രോഫിറ്റ് തന്നിരിക്കുന്നത്. സോ നമുക്ക് കാൽക്കുലേഷനിൽ ഒന്ന് നോക്കാം. ബേസിക് EPS പ്രോഫിറ്റ് ഡ്യൂറിങ് ദ ഇയർ ഹൗ മച്ച്? 15 lakh നമുക്ക് തന്നിട്ടുണ്ട്, അല്ലേ? അതിൽ നിന്ന് നമുക്ക് ലെസ് ചെയ്യേണ്ടത് എന്താണ്? പ്രിഫറൻസ് ഡിവിഡൻഡ് നമുക്ക് മൈനസ് ചെയ്ത് കളയണം. സോ വാട്ട് ഇസ് പ്രിഫറൻസ് ഡിവിഡൻഡ്? ഹിയർ ഇസ് 8% നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്, 1 lakh shares of 10 each. ദാറ്റ് ഈസ് 10 lakh വാല്യൂ എടുക്കുക. 10 lakh ആണ്. 10 lakhന്റെ 8% ആണ് കാണണ്ടേ. സോ 80,000. Then next 10% cumulative preference shares,
2 lakh shares of 10 each. വാല്യൂ തന്നിരിക്കുന്നത് 20 lakh ആണ്. സോ 10% ഓൺ 20 lakh. 10% ആണ് ഡിവിഡൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിവിഡൻറ്റിന് നമ്മൾ ടോട്ടൽ വാല്യൂമിലാണ് ആ ഡിവിഡൻറ്റ് കാണുക. സോ 10% ഓൺ 20 lakh, that is 2 lakh. So 2 lakh 8 lakh 2,80,000 that we need to subtract from this 15 lakh. So the profit available to equity shareholders will be 12,20,000. Okay. So basic earning per share എങ്ങനെയാണ് നമ്മൾ കാണുക? നെറ്റ് പ്രോഫിറ്റ് മൈനസ് പ്രിഫറൻസ് ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞതാണ് നമുക്ക് മുകളിൽ കിട്ടിയിരിക്കുന്നത് 12,20,000 അല്ലേ? ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താണ് വരിക? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ദാറ്റ് ഈസ് 5 lakh. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നമ്പർ ഷെയർസ് ആൻഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 5 lakh ഷെയർസ് ഓഫ് 10 ഈച്ച് എന്ന് പറഞ്ഞ് തന്നിട്ടില്ലേ? അപ്പോൾ സോ 5 lakh. സോ നമുക്ക് 2.44 ആൻസർ കിട്ടും. സോ ഒരു ഇക്വിറ്റി ഷെയറിൽ കിട്ടുന്ന ഇൻകാണ് ഈ 2.44. ദാറ്റ്സ് അവർ ബേസിക് EPS. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡൈല്യൂട്ടഡ് EPS കാണാം. സോ ക്വസ്റ്റ്യൻ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 3 lakh ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് 10 ഈച്ച് 30 lakh, 10% കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് 1 lakh ഷെയർസ് ഓഫ് 10 ഈച്ച്, വാല്യൂ 10 lakh. അതായത് 10% കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ഉണ്ട് അവിടെ. അങ്ങനെ 1 lakh ഷെയർസ് ഓഫ് 10 ഈച്ച്, ഒരു ഷെയറിന് 10 വെച്ച് 1 lakh ഷെയർസ് ഉണ്ട്. അപ്പോൾ വാല്യൂ 10 lakh ആണ്. ഇതിന്റെ ബ്രാക്കറ്റിൽ ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്, കൺവേർട്ടബിൾ ഇൻ ടു 2 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ഈച്ച്. അതായത് ഈ ഒരു കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ്. അപ്പോൾ ഒരു പ്രിഫറൻസ് ഷെയർസ് കൺവേർട്ട് ചെയ്യുമ്പോൾ 2 ഇക്വിറ്റി ഷെയർസ് ആണ് ആകുന്നത്. ഓക്കെ, അത് നമുക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അതായത് 2 ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 6 lakhs തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡയറക്ട്ലി തന്നിട്ടുണ്ട്. അതായത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിഡക്ടിങ് പ്രിഫറൻസ് ഡിവിഡൻഡ് ആണ് തന്നിരിക്കുന്നത് 6 lakh. ദെൻ ഫൈൻഡ് ഔട്ട് ബേസിക് EPS ആൻഡ് ഡൈല്യൂട്ടഡ് EPS. അപ്പോൾ ബേസിക് EPS എങ്ങനെയായിരിക്കും? സിമ്പിൾ. നമുക്ക് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ട്ലി ഗിവൻ, സോ 6 lakh നേരിട്ട് എടുത്താൽ മതി. അതേ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് എത്രയായിരിക്കും? 3 lakh അല്ലേ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ 6 lakhs ഡിവൈഡഡ് ബൈ 3 lakh, 3. റൈറ്റ്. സോ ബേസിക് EPS ഇസ് 3. അപ്പോൾ ഈ 6 lakh ഇവിടെ എന്തുകൊണ്ടാണ് എടുത്തത്? നമുക്ക് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻഡ് മൈനസ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ക്വസ്റ്റ്യനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നോക്കൂ, കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ് 10 lakh ആണ്. 10 lakh ആണ് വാല്യൂ. അതിന്റെ 10% എന്ന് പറഞ്ഞാൽ 1 lakh ആണ്. അപ്പോൾ 1 lakh ആയിരിക്കും പ്രിഫറൻസ് ഡിവിഡൻഡ്. സോ 7 lakh ആയിരിക്കും. എനിക്ക് ഏതോ ഒരു ഇൻകത്തിൽ നിന്ന് 1 lakh പ്രിഫറൻസ് ഡിവിഡൻഡ് കുറച്ചാൽ നമുക്ക് 6 lakh കിട്ടും. അപ്പോൾ 7 lakh ആയിരിക്കണം. 7 lakh നിന്ന് ഈ 1 lakh കുറയ്ക്കുമ്പോഴായിരിക്കണം ഈ 6 lakh ഇവിടെ കിട്ടുന്നത്. ഓക്കെ, പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് നമുക്ക് ഡയറക്ട്ലി തന്നിരിക്കുന്ന കാരണം ദാറ്റ്സ് നോ ഇഷ്യൂ. നമ്മൾ നേരിട്ട് EPS കണ്ടു 3. ഓക്കെ, ഇനി ഡൈല്യൂട്ടഡ് ഏർണിംഗ് പെർ ഷെയർ നമുക്ക് എങ്ങനെ കാണാം? അതായത് കൺവേർട്ട് ചെയ്യാനുള്ള പ്രിഫറൻസ് ഷെയർസ് കൺവേർട്ട് ചെയ്തതിന് ശേഷം എത്ര ഇക്വിറ്റി ഷെയർസ് എന്ന് നമുക്ക് കാണാം അല്ലേ? അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പ്രിഫറൻസ് ഷെയർസ് ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ പ്രിഫറൻസ് ഷെയർസിന് നമുക്ക് ഡിവിഡൻഡ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പ്രിഫറൻസ് ഷെയർ വി ആർ കൺവേർട്ടിംഗ് ടു ഇക്വിറ്റി ഷെയർസ്, റൈറ്റ്? സോ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഷെയർ ഹോൾഡേഴ്സ് 6 lakh അതായിരിക്കില്ല നമ്മൾ എടുക്കുക. അതിന് ഡിഫറൻസ് വരും. ബിക്കോസ് നമുക്ക് ഡിവിഡൻഡ് കൊടുക്കണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. അപ്പോൾ ഓൾറെഡി നമുക്കിപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് 6 lakh ആണ് അല്ലേ? നെറ്റ് പ്രോഫിറ്റ് 6 lakh ആണ്. അതിൻ്റെ കൂടെ ഈ 1 lakh കൂടി ആഡ് ചെയ്യുക. ഈ 1 lakh എവിടെ നിന്ന് വന്നത്? അതായത് ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട്, അതായത് 10 lakh ഇൻറ്റു 10%. അതായത് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ വാല്യൂ 10 lakh ആണ്. അതിൻ്റെ 10% ആണ് അതിൻ്റെ ഡിവിഡൻഡ് റേറ്റ്. അത് ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടി വരുന്നില്ലല്ലോ. സോ ആ 1 lakh നമ്മുടെ ഇവിടെ ആഡ് ചെയ്യാണ്. 6 lakhs പ്ലസ് 1 lakh ആഡ് ചെയ്തിട്ട് 7 lakh വരും. ഓക്കെ, ഇനി എക്സാമ്പിളിലെ നമ്പർ ഓഫ് ഷെയർസ് എത്രയായിരിക്കും? നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് ഓൾറെഡി 3 lakh ഉണ്ട്. ഓക്കെ, ദെൻ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ അല്ലേ? ഒരു പ്രിഫറൻസ് ഷെയർ 2 ഇക്വിറ്റി ഷെയർ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഒരു ഷെയറിന് 2 എണ്ണം ഇക്വിറ്റി ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അവിടെയും അഡ്ജസ്റ്റ്മെന്റ് വേണ്ടേ? അതായത് 1 lakh പ്രിഫറൻസ് ഷെയർസ് എന്നുള്ളത് ഇക്വിറ്റി ആയിട്ട് മാറുമ്പോൾ 2 lakh അഡീഷണൽ ആയിരിക്കും. അതായത് ഒരു പ്രിഫറൻസ് ഷെയറിന് 2 ഇക്വിറ്റി ഷെയർ ആയിട്ട് അങ്ങനെ മാറുമ്പോൾ 1 lakh ഷെയർ എന്നുള്ളത് 2 lakh ഷെയർ ആയിട്ട് മാറില്ലേ? സോ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ 2 lakh. അപ്പോൾ ഓൾറെഡി ഉള്ള 3 lakhന്റെ കൂടെ നമ്മൾ ഈ 2 lakh കൂടി ആഡ് ചെയ്തിട്ട് 5 lakh ആയിരിക്കും ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. ഇനി നമുക്ക് ആ കാൽക്കുലേഷൻ ഒന്ന് നോക്കാം.
So first of all, we need to calculate what? Adjusted earnings. What is adjusted earnings? That is when convertible preference shares are convertible into equity shares. അപ്പോൾ ഇക്വിറ്റി ഷെയർ ആയിട്ട് മാറ്റുമ്പോൾ എങ്ങനെയാണ് അഡ്ജസ്റ്റഡ് ഏർണിങ്സ് വരുന്നത്? ഓൾറെഡി നമുക്ക് 6 lakh ഉണ്ട് പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിൽ കൂടെ എന്തുകൂടി ആഡ് ചെയ്യണം? പ്ലസ് 10% ഓൺ 10 lakh. അതായത് 1 lakh. 6 lakh plus 1 lakh, that is 7 lakh. That is adjusted profit. Okay. Then next we have to find out number of equity shares after conversion. Conversion ശേഷം equity shareholdersന്റെ നമ്പർ ചേഞ്ച് ചെയ്യും അല്ലേ? ഓൾറെഡി 3 lakh ഉണ്ട് ക്വസ്റ്റ്യനിലുണ്ട്. അതിൽ കൂടെ എന്ത് കൂടി ആഡ് ചെയ്യണം? 2 lakh കൂടി ആഡ് ചെയ്യണം. അപ്പോൾ 3 lakh plus 2 lakh എത്ര വരും? 5 lakh. ആ 2 lakh എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായില്ലേ? അതായത് ഈ 1 lakh പ്രിഫറൻസ് ഷെയർസ് കൺവേർട്ട് ചെയ്യുന്നത് 2 ഇക്വിറ്റി ഷെയർസ് ആയിട്ടാണ്. ഒരു പ്രിഫറൻസ് ഷെയർ 2 ഇക്വിറ്റി ഷെയർ ആയിട്ടാണ് മാറുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ 1 ലക്ഷം ഷെയർ എന്നുള്ളത് 2 ലക്ഷം ഷെയർ ആയി മാറും. ഓക്കെ. സോ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 lakh പ്ലസ് 2 lakh, ദാറ്റ് ഈസ് 5 lakh. ഇനി ഡൈല്യൂട്ടഡ് EPS സിമ്പിൾ അല്ലേ? ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 6 lakhs ഡിവൈഡഡ് ബൈ 5 lakh 1.2. അപ്പോൾ നമുക്ക് ബേസിക് EPS കിട്ടി, ഡൈല്യൂട്ടഡ് EPS കിട്ടി.